യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം പതിവായി മുടങ്ങാതെ ചെയ്യണമെങ്കിൽ അതിനകത്ത് വിശ്വസ്തതയുണ്ട്, സമർപ്പണമുണ്ട്. അത് ആർക്കെങ്കിലും വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അവരോടുള്ള വലിയ സ്നേഹവുമുണ്ട്. മാതാവും യോസേപ്പിതാവും ഈശോയും ചേർന്നുള്ള തിരുക്കുടുംബം പതിവായി ദേവാലയത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വചനം പറയുക. ഈശോയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈശോ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നതിനും ഒരു പതിവ് അവിടുന്ന് പാലിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ, സഭയുടെ കാര്യങ്ങൾ, സമൂഹത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുവാൻ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ഇടപെടുവാൻ ഒരു പതിവ് ഉണ്ടാക്കിയെടുക്കുക ആവശ്യമാണ്. അവിടെ സമർപ്പണം വേണം, ആത്മാർത്ഥത വേണം, വിശ്വസ്തത വേണം. നമ്മൾ ആർക്കു വേണ്ടിയാണോ അത് ചെയ്യുക അവരോടുള്ള വലിയ സ്നേഹവും നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.